എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LGBTQIA കമ്മ്യൂണിറ്റിയുടെ ടാഗ് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഇതിനെ ആവശ്യമില്ലാത്ത രീതിയിൽ മിസ്യൂസ് ചെയ്ത് ഇതിനെ വൾഗറാക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെയാണ്. സാറാ ആൻ്റപ്പൻ്റെ ആരെങ്കിലും ആണോ? എൻ്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട ഉപമകളൊക്കെ പറയാറ്. അല്ല സാർ കഥ പറഞ്ഞു. വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഇസ് RJ ആൻഡപ്പൻ. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോ റിയാസ് സലീമിൻ്റെ കുറച്ച് ക്യാരക്ടറിലുള്ള എനിക്ക് മിസ്റ്റേക്ക് ആണെന്ന് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എനിക്കത് സപ്പോർട്ട് തന്നു. കാരണം എനിക്ക് എൻ്റെ വ്യൂസോ അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള ലൈക്കോ കമൻറ്റുകളോ ഒന്നുമല്ല. പക്ഷെ എന്നാലും അത് കഴിഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, കുറച്ച് ഗുഡ് കോൺവെർസേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഐ വാസ് ഹാപ്പി. അതുകൊണ്ടാണ് ഒരു താങ്ക്സ് പറഞ്ഞത്. അല്ലാതെ എന്തോ എനിക്ക് വലിയ ഇതുണ്ടായി എന്നുള്ളതൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ടോപ്പിക്കുകളിൽ നിർത്തിയ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഈ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ LGBTQIA+ കമ്മ്യൂണിറ്റി ടാഗ് അല്ലെങ്കിൽ അവരുടെ പ്രിവിലേജ് ഈസ് ബീയിങ് മിസ്യൂസ്ഡ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആൻഡപ്പൻ ടോക്കീസിലേക്ക് സ്വാഗതം. ആൻഡ് ഞാൻ എപ്പോഴും സ്ഥിരം പറയാറുള്ള ഒരു കാര്യം തന്നെ വീണ്ടും ഒന്നും കൂടെ പറയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടോപ്പിക്കുകളും കോൺവെർസേഷൻസും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ മുഴുവൻ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കോൺവെർസേഷൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ കൊള്ളാട്ടാ, എന്നാൽ പിന്നെ ഇവനെ ഒന്ന് ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ലൈക്കും കമൻറ്റ് ഷെയറും ഒക്കെ കൂടെ ചെയ്തേക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസിലും ലഭ്യമാണ്. സ്പോട്ടിഫൈ, ഗൂഗിൾ പോഡ്കാസ്റ്റ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഞാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വഴിയും കേൾക്കാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാണ്. യെസ്, LGBTQIA കമ്മ്യൂണിറ്റി ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വലിയ സത്യം തന്നെയാണ് കേട്ടോ. എന്നാൽ അത് മാത്രമല്ല, ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. അത് രണ്ടും അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷെ എന്നാലും നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ പറയുന്ന പോലത്തെ ഈ കമ്മ്യൂണിറ്റി ടാഗ് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ട് ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോയ്ക്കുള്ളൊരു കാരണം എന്ന് പറയുന്നത് കാനഡയിലുള്ള എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അമലാണ്. അപ്പോൾ അമൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അവൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ അവൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കാനഡ പോലുള്ള രാജ്യത്ത് പല പ്രിവിലേജും ആക്ച്വലി ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിനുണ്ട്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും ഉണ്ട്. സോ അപ്പോൾ ആ പ്രിവിലേജുകൾ അല്ലെങ്കിൽ ആ പറയുന്ന ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം ഇതിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അത്ര. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അമൽ പറഞ്ഞ സ്റ്റോറി ഞാൻ അതുപോലെ തന്നെ പറയുകയാണ്. അമലിൻ്റെ 2 ഫ്രണ്ട്സ്, അവർക്ക് അവിടെ PR കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് PR കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവർ കണ്ടുപിടിച്ച ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എന്താണ് ഗേ മാരേജ് ലീഗലി അക്സെപ്റ്റഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗേ പാർട്ട്നേഴ്സ് ആണെന്നും ശരിക്കും അല്ലെങ്കിലും ഗേ പാർട്ട്നേഴ്സ് ആണെന്നും ഇവിടെ നിൽക്കാനുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ PR കിട്ടാൻ നിങ്ങൾ ഈ രാജ്യം അനുവദിക്കണം, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് പോയി ഇത് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളില്ല എന്ന് പറഞ്ഞ് PR കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ അമലിന് അറിയാമെന്ന് പറഞ്ഞു. കാരണം അതിനു വേണ്ടി അവർ ഫേക്ക് ആയിട്ടുള്ള ചാറ്റുകൾ, ഫോട്ടോസ്, അതായത് അവർ കപ്പിളാണെന്ന് അവർ സ്ഥാപിക്കണമല്ലോ, അതിനു വേണ്ടി അവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു തരത്തിൽ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ അല്ലേ. പിന്നെ അതുമാത്രമൊന്നുമല്ല കേട്ടോ, ഈ കഴിഞ്ഞ വീഡിയോയിൽ റിയാസ് സലീം എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ഓർ കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ LGBTQIA സ്പോക്സ് പേഴ്സണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. അത് നിങ്ങളിലേക്ക് വിട്ടു തന്നിരിക്കുന്നു. റിയാസിനെ എനിക്ക് ബിഗ് ബോസ് ഫെയിം എന്നുള്ള രീതിയിലാണ് അറിയുക. അപ്പോൾ റിയാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞത്, അല്ലെങ്കിൽ റിയാസിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ എഗൻസ്റ്റ് ദാറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. എനിക്കത് മനസ്സിലായേ ഇല്ല. അതും ഒരു തരത്തിൽ മിസ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാസ് എന്ന് പറയുന്നതല്ല ആ കമ്മ്യൂണിറ്റിയുടെ അവസാന വാക്ക്. ഞാൻ ആ കമ്മ്യൂണിറ്റിയെ ഒരു തവണ പോലും
റോങ് ആയിട്ടുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഐഡിയോളജി പരമായിട്ട് ഞാൻ അതിനെ മുഴുവനായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വശത്ത് തന്നെ ഇരിക്കട്ടെ. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ഫ്രീഡത്തെയോ ഞാൻ അവരുടെ ബാക്കിയുള്ള സംഭവങ്ങളെയോ കുറ്റം പറയാനോ ബാക്കി സംഭവത്തിനൊന്നും ഞാൻ വരാറില്ല. ഞാൻ അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുള്ള അതേ ഡയലോഗാണ് എനിക്കും പറയാനായിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഐഡിയോളജി നിങ്ങൾക്ക് ശരിയാണ്, ഓക്കെ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഐഡിയോളജീസ് തെറ്റാണെന്ന് പറയുന്നവരെ കടന്നാക്രമിക്കാനുള്ള റൈറ്റ്സ് ഒന്നും ആർക്കും തന്നിട്ടൊന്നുമില്ല. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ആ കാര്യം ആണ് എനിക്ക് ഈ ഒരു ഇതിലുള്ളത്. പക്ഷെ എന്നാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ റിയാസിന് അഗൻസ്റ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇടുമ്പോഴേക്കും എന്നോട് എല്ലാവരും പറയുന്നത് ഞാൻ ആ കമ്മ്യൂണിറ്റിക്ക് അഗൻസ്റ്റ് ആണ്. ഞാൻ ഒരു കമ്മ്യൂണിറ്റിക്ക് അഗൻസ്റ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ അതേ സ്റ്റാൻഡ് തന്നെയാണ് എനിക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, നമുക്ക് നമ്മുടെ വഴി, നമുക്ക് നമ്മുടെ ഐഡിയോളജി, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജി, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഈ ചിന്തകൾ തെറ്റാണെന്ന് പറയുന്നത് ഒരു തരത്തിൽ ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിന് ഞാൻ അഗൻസ്റ്റാണ്. അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു മിസ്യൂസാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റിയെ പറയുന്നത് പോലെ ആക്കിയെടുക്കുകയാണ് ചിലർ. അതും മാറി നിൽക്കട്ടെ. എനിക്ക് ട്രെയിനിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു തരാൻ കേട്ടോ. ഞാൻ മംഗലാപുരം ഗോവ റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് പേര് ആക്ച്വലി ട്രെയിനിൽ വന്നു. അവർ എൻ്റെ ബോഗിയുടെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കൈ അടിച്ചിട്ട് കാശ് എന്നുള്ള രീതിയിൽ കൈ നീട്ടി. അപ്പോൾ എനിക്ക് ആദ്യം അത് മനസ്സിലായി. പിന്നെയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് അടിച്ചിട്ട് എൻ്റെ അടുത്ത് നീട്ടി. അപ്പോഴും എൻ്റെ കൊടുക്കാൻ അങ്ങനെ ഞാനൊരു റെഗുലർ ഇൻകം ഒന്നും ഉള്ള ആളല്ല, നിങ്ങൾക്കറിയാലോ. ഇപ്പം മീഡിയയിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഇൻകം എന്ന് പറയുന്നത് റെഗുലർ ഒന്നുമല്ല. അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതാണ് സത്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്ത് എന്താണെന്ന് പറയും, ഒരു ഒറ്റ പൊക്ക്. ഞാൻ അത് കാണേണ്ട അവസ്ഥ. ഞാൻ ഉള്ളത് പറയാലോ, അത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ഒരാണോ അല്ലെങ്കിൽ ഒരു പെണ്ണോ ആണ് ഇതുപോലെ എൻ്റെ അടുത്ത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയാണെ അവൻ്റെ മോന്തക്കെട്ടി ചവിട്ടിയേനെ, എവിടേക്കാണ് വിട്ടണേ ഞാൻ ചവിട്ടിയേനെ. പക്ഷെ ഞാൻ ആ കമ്മ്യൂണിറ്റിയിലുള്ളവരല്ലേ, അല്ലെങ്കിൽ എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, എന്നോടൊരു ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട്, കാര്യം ഇവർക്ക് ഈ ട്രെയിനിലും കാര്യങ്ങൾക്കൊക്കെ ഒരു വലിയ റാക്കറ്റ് പോലെ ഒരു ടീം തന്നെ ഉണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇവരെ എന്തെങ്കിലും പറയൂ ചെയ്താൽ തന്നെ അവരെല്ലാം കൂടെ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ പേടിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല. ഞാൻ ഒന്നും മിണ്ടാതെ എല്ലാം എൻ്റെ പിഴ എന്നുള്ളത് പോലെ നിന്നു. ഇങ്ങനെയുള്ളതും ആക്ച്വലി ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യുക തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റും കൂടെ ഞാൻ എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LGBTQIA+ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവർ പറയുന്ന ഐഡിയോളജീസ് മാത്രമാണ് ശരി, അതാണ് ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്ത, അങ്ങനൊന്നുമില്ല കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാ ഐഡിയാസിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ്. ഈ പറയുന്നത് പോലെ തന്നെ കാലമനുസരിച്ച് വന്നിട്ടുള്ള മാറ്റത്തിലാണ് ഈ കമ്മ്യൂണിറ്റിയുടെയുമായിട്ടുള്ള കുറേ പ്രിവിലേജുകൾ വന്നിട്ടുള്ളതെന്നുള്ള ഒരു സൈഡിൽ നമുക്ക് വെക്കാം. എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവരെല്ലാം പഴയകാല ചിന്താഗതിയിലുള്ളവരാണ്, അങ്ങനെയുള്ള സാധനമൊന്നുമില്ല, അങ്ങനത്തെ പ്രിവിലേജോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ അവിടേക്ക് മാറ്റി വെക്കുക. പിന്നെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എനിക്കൊരാൾ മെസ്സേജ് അയച്ചു. ഒരു പെൺകൊച്ചാണ്, ഞാൻ പേര് പറയുന്നില്ല, അവർ പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എങ്ങനെ ഇത് മിസ്യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. അതായത് അവരുടെ കല്യാണം, അവരുടെ ഫാമിലി കുറച്ച് ഓർത്തഡോക്സ് ആണ്. സോ അപ്പോൾ കല്യാണം നടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവള് ഫാമിലിയിൽ ഒരു ഭൂകമ്പം പൊട്ടുകയാണെങ്കിൽ പൊട്ടിക്കോട്ടെ, ആ സമയം ആ ഒരു ഇച്ചിരി കാലവും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവൾ ലെസ്ബിയനാണ് എന്നുള്ളൊരു നുണ പറഞ്ഞു. അപ്പോൾ അവർക്ക് കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്, അവരുടെ ഫാമിലി കൊടുക്കുന്നുണ്ട്. അതൊന്നും ശരിയാണെന്നല്ല, ഫാമിലി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾ പറഞ്ഞത് അത് ആക്ച്വലി ആ ഒരു പ്രിവിലേജ് ആക്ച്വലി എന്നെ രക്ഷിച്ചു എന്നുള്ളതാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ അവർക്ക് ചിലർ, നമുക്കറിയാം ചില ഫാമിലീസിലൊക്കെ 18 വയസ്സ് തികയുമ്പോഴേക്കും കെട്ടിച്ചു വിടാനുള്ള വ്യഗ്രതയുള്ള കുറേ പാരൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഒരു ലെസ്ബിയനാണ് അല്ലെങ്കിൽ ഞാനൊരു ഗേ ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഫാമിലി അത് ഒരുപാട് പുറത്തേക്കൊന്നും പറയാൻ പോലും. കാരണം ഇപ്പോഴും ഞാൻ ഉള്ളത് പറയാം, നമ്മുടെ കേരളത്തിൽ ഇതിനെ ഭയങ്കര എന്തോ റോങ് ആയിട്ട് കൺസെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിത് എങ്ങനെയെങ്കിലും ഒന്ന് ആരും അറിയാതെ ഒന്ന് ഒതുക്കി തീർക്കാനായിട്ട് മച്ചന്മാരുടെ അടുത്തും അമ്പലങ്ങളിലും ബാക്കി സ്ഥലങ്ങളിലും കൊണ്ടുപോലും കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് കിട്ടും എന്നുള്ളതാണ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അതൊരു പോസിറ്റീവ് മിസ്യൂസ് തന്നെയാണ് കേട്ടോ. മിസ്യൂസ് പോസിറ്റീവ് ആണോ എന്തായാലും അങ്ങനെ അതിനും അങ്ങനെയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരുപാടടുത്ത്
ഈ പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ മറവിൽ, ഈ കമ്മ്യൂണിറ്റിയുടെ മറവിൽ പലതരത്തിൽ, ഇതിൽ മാത്രമൊന്നുമല്ല, ചില കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ അട്ടഹാസങ്ങൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഒരു കോളേജ് ഞാൻ പറയാം, മഹാരാജാസ് മാത്രമൊന്നുമല്ല, എറണാകുളം പല സ്ഥലങ്ങളിലും ഇതിൻ്റെ മറവിൽ അല്ലെങ്കിൽ ഇതിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. എന്ന് പറഞ്ഞ് മഹാരാജാസ് കാണിക്കുന്ന എല്ലാം തെറ്റാണെന്നുള്ളതോ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ ബാനറിൽ വരുന്ന എല്ലാം തെറ്റാണെന്നല്ല. പക്ഷേ ഇതിൽ മിസ്യൂസ്, ഇതിൻ്റെ പ്രിവിലേജസ് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പ്രിവിലേജസിൽ ഒന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പോക്സ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രിവിലേജാണ്. ഞാനിപ്പോൾ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെയാണ് എൻ്റെ ശബ്ദം പലയിടത്തും വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ആൾക്കാർ. ഞാനിത് നേരെ തിരിച്ച് ഞാനിത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഇതൊന്നും അല്ല, ഇതിനൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ വരും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഈ അടുത്ത് മോഡലിങ്ങിലുള്ള കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നൊരു കാര്യമാണ്. എനിക്കതിൽ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അതായത് അവരാരും ചിലപ്പോൾ ഈ ഐഡിയോളജീസിനെയോ ഈ പറയുന്ന സംഭവങ്ങളെയോ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല ഇൻ റിയൽ ലൈഫ്. പക്ഷെ അവരുടെ ഈ പ്രൊഫഷണൽ ലൈഫിൽ അവർക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഈ കമ്മ്യൂണിറ്റിയുടെ ടാഗ് അവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത്ര. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവം ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാക്കിയ സംഭവമാണെങ്കിൽ ഇന്ന് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലെ കുറേ ആൾക്കാരും അല്ലാതെയും കുറേ പേരും ഇതിനെയൊക്കെ കാര്യമായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും വേണം, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് അതാണ്. ഇനി നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലും പലതരത്തിലുള്ള മിസ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവും. അതിനെക്കുറിച്ചും പറയാം. ഇത് എനിക്ക് എഗൻസ്റ്റ് ആയിട്ടും പോസിറ്റീവായിട്ടും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിപ്പോൾ സ്പോട്ടിഫൈയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അതങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ചിൽ കുപ്പിച്ചിൽ. I can't find the Wi-Fi network. You might want to check the modem or router connections. Google. Okay.